കട്ടപ്പന ടൗണിൽ വഴിയോര കച്ചവടം വ്യാപകമാവുന്നതായി പരാതി. പെട്ടിയാപ്പെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ഉൾപ്പെടെയാണ് വഴിയോരത്ത് വ്യാപാരം നടത്തുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വഴിയോര വ്യാപാരികൾ വിൽക്കുന്നതായി വ്യാപാരി വ്യവസായ സമിതി ആരോപണം ഉന്നയിച്ചു. നഗരത്തിലെ വഴിയോര കച്ചവടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. കട്ടപ്പനയിൽ എല്ലാ ദിവസവും വഴിയോര കച്ചവടം കൊഴുക്കുകയാണ്. ഇതുമൂലം ചെറുകിട വ്യാപാരികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല. പെട്ടി ഓട്ടോറിക്ഷകളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലുമായിട്ടാണ് കച്ചവടം കൊഴുക്കുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് വലിയ ഭീഷണിയാണ് ഇവർ ഉയർത്തുന്നത്. ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് വഴിയോരത്തിലിട്ട് വിൽപ്പന നടത്തി ഉപഭോക്താക്കളെ കളിപ്പിച്ച് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഉയർന്ന വാടകയും മറ്റും നൽകിയാണ് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത്. വഴിയോര വ്യാപാരികൾ ഇതൊന്നും നൽകാതെയാണ് കച്ചവടം നടത്തുന്നതെന്നും വ്യാപാരി വ്യവസായ സമിതി കുറ്റപ്പെടുത്തി. അപ്പോൾ നമുക്കറിയാം, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ പെട്ടി ഈ ആപ്പെ ഓട്ടോറിക്ഷകളിൽ വഴിയോരങ്ങൾ കവർന്നുകൊണ്ട് അവിടെ നിരവധിയായിട്ടുള്ള സാധനങ്ങൾ വഴിയോര വ്യാപാരം നടത്തും. നമുക്കറിയാം, വളരെ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സീസൺ സമയത്ത് വിലക്കുറവ് കിട്ടുന്ന സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടുവന്ന് വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യും. എന്നാൽ ഇവിടെ വ്യവസ്ഥാപിത മാർഗങ്ങൾ സ്വീകരിച്ച് എല്ലാ ലൈസൻസുകളും അനുബന്ധമായിട്ടുള്ള സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പറയുന്ന എല്ലാ നിയമവ്യവസ്ഥകളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് അവർ 365 ദിവസം വ്യാപാരം ചെയ്യുമ്പോൾ ഏത് വിലയ്ക്ക് കിട്ടുന്ന സാധനം ഏത് വിലയ്ക്ക് വന്നു കഴിഞ്ഞാലും അത് വില വർധന ഉണ്ടാകുന്ന സമയത്തും കുറവുണ്ടാകുന്ന സമയത്തും ആ രീതിയിൽ വ്യാപാരം ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്കുണ്ട്. എന്നാൽ യാതൊരുവിധ ലൈസൻസുകളോ നിരോധിച്ച ക്യാരി ബാഗുകളടക്കം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളടക്കം കൊണ്ടുവന്ന് വഴിയോരങ്ങളിൽ ഇടുന്ന ഈ വാഹനത്തിൽ നിന്ന് വിൽപ്പന നടത്തുന്ന സാഹചര്യം വരെയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വരെ ഈ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന വ്യാപാരികളുണ്ട്. വഴിയോര വ്യാപാരികൾ അന്യ സംസ്ഥാനത്ത് നിന്ന് പുകയില ഉൽപ്പന്നങ്ങളും നഗരത്തിൽ എത്തിച്ചു നൽകുന്നതായും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. വഴിയോര കച്ചവടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ നിവേദനം നൽകി. നിവേദക സംഘത്തിൽ വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായ മജീഷ് ജേക്കബ്, ഷിനോജ് GS, ആൽബിൻ തോമസ്, PJ കുഞ്ചുമോൻ, PB സുരേഷ്, MR അയ്യപ്പൻകുട്ടി, ജതീഷ് AB, ഷഫീഖ് PM, മനു ജോസഫ് എന്നിവരുമുണ്ടായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.